ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ ഡിസംബർ മന്ത് റീഡിംഗ് ആണ്. നമ്മളുടെ 2025 അവസാനത്തെ മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു മാസത്തിൽ തീർന്നു പോകുന്നത്, എന്തൊക്കെയാണ് അടുത്ത പുതിയ ഒരു വർഷത്തിൽ നമ്മൾ എന്തൊക്കെ കണക്കുകൂട്ടലുകളാണ് നടത്തുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം സംഭവിക്കാൻ പോകണമെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പം നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഡിസംബർ മന്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. മജീഷ്യനാണ്. അപ്പം പുതിയ തുടക്കമാണ്. നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യലും ഉപയോഗിക്കണം എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു മാസം. നിങ്ങൾക്കുള്ള കഴിവുകളെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നുള്ളതാണ്. പുതിയ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യം, ഒരു ഹാബിറ്റ്, പുതിയൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പിൽ ഒരു പുതിയ കാര്യം സംഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ പുതിയ ചില കാര്യങ്ങൾ വരുന്നു ഈ ഒരു മാസം. കാരണം നമ്മളുടെ 2026 ആകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റിലാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്തുകൊണ്ടും ആദ്യം കിട്ടിയ കാർഡ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന, കോൺഫിഡൻസ് തരുന്ന, നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് ആദ്യം തന്നെ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാസം നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കൂടുതലായിരിക്കും. നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയാൻ പറ്റും. ആ തിരിച്ചറിയുന്ന കഴിവുകൾ കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. ഇത് ഒരു ഓവറോൾ എനർജി ആദ്യം കിട്ടിയത്, അത് നോക്കാം. ഇനി നമുക്ക് കരിയറിൽ എന്താണെന്ന് നോക്കാം, റിലേഷൻഷിപ്പ് നോക്കാം. ഇനി കരിയറിലേക്ക് 3 കാർഡ് എടുത്ത് നോക്കാം കേട്ടോ. ഇത് കരിയറാണ്. സൺ കാർഡാണല്ലേ. ക്യൂൻ കപ്സ് കരിയറാണ്. ജഡ്ജ്മെന്റ്. എനിക്ക് തോന്നുന്നു ഈ ഒരു റീഡിങ് കാണുന്ന എല്ലാ ആൾക്കാരും അവരുടെ എനർജി ലെവല് വളരെയധികം മാറ്റം വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ആദ്യത്തെ ഒരു സെക്ഷൻ നമ്മൾ കരിയർ നോക്കിയപ്പോൾ ആദ്യം കിട്ടിയ സൺ കാർഡാണ്. പുതിയ തുടക്കമാണ്. മജീഷ്യനും പുതിയ തുടക്കമാണ്. നിങ്ങൾ എന്താണ് നേരത്തെ നിർത്തി വെച്ചിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാന്ന് മാറ്റി വെച്ചിരുന്നത്, നടക്കൂല എന്ന് വിചാരിച്ചിരുന്നത്, ആ കാര്യങ്ങളൊക്കെയും തിരിച്ച് നടക്കാൻ പോകണു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പെർഫോമൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതുവരെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ട്. നിങ്ങളുടെ കരിയർ ലൈഫിൽ അത്രയധികം പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ചിലപ്പോൾ ഈ 2025 അത്ര വലിയ പെർഫോമൻസ് നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് അതിന് വളരെ വലിയ മാറ്റം വരുന്നു എന്നുള്ളതാണ്. സൺ കാർഡാണ്. അപ്പം മറ്റുള്ളവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയും നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുകയും നിങ്ങളുടെ കഴിവിനനുസരിച്ച് അവിടെ പ്രവർത്തിക്കാൻ പറ്റുകയും ചെയ്യുന്നൊരു സമയമാണ് ഈ ഡിസംബർ മന്ത്. അപ്പം മാക്സിമം നമ്മൾ നമ്മുടെ കഴിവ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പുറത്തെ വീട്ടിലെ പട്ടിയാണ് കേട്ടോ. അത് കുറേ സ്ട്രേ ഡോഗ്സ് ഉണ്ട് ഇവിടെ, കുറേ അധികം ഉണ്ട്. അപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പലപ്പോഴും. പിന്നെ എനിക്ക് ഈ
സൗണ്ട് പ്രൂഫ് ഒന്നും ചെയ്യണത് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എനിക്കതങ്ങനെ ശ്വാസം മുട്ടും കേട്ടോ. അങ്ങനെ റീഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടും. അപ്പോൾ എനിക്കങ്ങനെ ഒരു ഇത് വരൂല, ഒരു കണക്ഷൻ കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സൗണ്ട് പ്രൂഫ് ഒന്നും ചെയ്യാതെ വെച്ചിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ വിൻഡോ ഒക്കെ തുറന്നിട്ടിരുന്ന് റീഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ. എനിക്ക് കുറേ എൻ്റേതായ കുറേ പരിമിതികളുണ്ട്. കാരണം എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. ഞാൻ അല്ലാതെ ശ്രമിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ പറ്റണില്ല എനിക്ക്. അതുകൊണ്ടാണ് ഈ പുറത്തെ ഒച്ചയും ബഹളമൊക്കെ വെച്ചാലേ എനിക്ക് കുറച്ചും കൂട്ട് കണക്റ്റഡ് ആകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളത് ക്ഷമിക്കുക, സോറി. അപ്പോൾ ഇതിൽ ഇപ്പം സൺ ഗാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല പെർഫോമൻസ് കൊടുക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. ഈ ഒരു ഡിസംബർ മന്തിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് വേണ്ടുന്ന പ്രമോഷനോ വേറെ എന്തെങ്കിലും അംഗീകാരങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാനും പറ്റും. അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ സൺ ഗാർഡ് പറയുന്നത്. പിന്നെ ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഇതിൽ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് നിങ്ങളുടെ കരിയർ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ചിലപ്പം നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ ഒരുപാട് നിങ്ങൾ ടോർച്ചർ ചെയ്തിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരല്ലാത്ത ആൾക്കാർ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരല്ലാത്ത നിങ്ങളുടെ സഹപ്രവർത്തകർ പോലും ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അതിൻ്റെ ഒരു ഓർമ്മകളും ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഹീൽ ചെയ്ത് കളയണം എന്നുള്ളതാണ്. നിങ്ങൾ കൂടുതൽ അവരെ സഹായിച്ചിട്ട് അവർക്ക് തിരിച്ച് ഒന്നും തരാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കാം പാസ്റ്റിൽ. നിങ്ങൾ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്ത് സപ്പോർട്ട് ചെയ്തിട്ടും തിരിച്ച് നിങ്ങൾക്കൊരാവശ്യം വരുമ്പോഴോ അല്ലാതെ തന്നെയോ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സപ്പോർട്ടും കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയം നിങ്ങളത് ഹീൽ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷമോ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ഈ ഒരു സമയം കൊണ്ട് അത് തീർത്ത് കളയണം എന്നുള്ളതാണ്. അതൊന്നും മനസ്സിൽ വെക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായ കാര്യത്തിൽ ഒരു സ്റ്റാൻഡിൽ നിൽക്കുക, ഇൻഡിപെൻഡൻ്റ് ആകുക. ഈ ഡിപ്പെൻഡൻസി ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അവിടെ നിന്ന് എന്തെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് തിരിച്ച് കിട്ടണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. ഒറ്റയ്ക്കായിരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അത് മതി എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. കാരണം ഇതിൽ സൺ ഗാർഡും മജീഷ്യനാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേറെ ആരുടെയും ഒരു ഹെൽപ്പിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മറ്റുള്ളവരൊരു സപ്പോർട്ട് വന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു, അത് വേണ്ട എന്നുള്ളതാണ്. ജഡ്ജ്മെൻ്റ് ആണ്. പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾക്കുള്ള ഒരു ഫലമാണ് ഈ ഒരു ജഡ്ജ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ഈ കരിയറിൽ ചെയ്തിട്ടുള്ളത് അതിനുള്ള എല്ലാത്തിനെയും ഉള്ള ഫലം നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്നു എന്നാണ് കാണുന്നത് ഈ ഒരു ഡിസംബർ മന്തിൽ. കാരണം നിങ്ങളെ സ്ട്രഗിളും കാണുന്നുണ്ട്, നിങ്ങളുടെ കഴിവുകളും കാണുന്നുണ്ട്. നിങ്ങൾ എത്തേണ്ടിടത്ത് എത്തിയില്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിമറിക്കാൻ പറ്റും ഈ ഡിസംബർ മാസത്തിൽ എന്നാണ് കാണുന്നത്. കരിയർ സംബന്ധമായിട്ട് നിങ്ങൾക്ക് എവിടെ എത്തണോ അവിടെ എത്താൻ പറ്റും. അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ ഒരു ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് കരിയർ സംബന്ധമായിട്ട് കിട്ടിയത്. ഇനി നമുക്ക് റിലേഷൻഷിപ്പ് നോക്കാം. നമുക്ക് ഈ ഡിസംബർ മാസത്തിലെ റിലേഷൻഷിപ്പ് റീഡിങ് വേറെ നോക്കാം. എന്നാലും ഇപ്പോൾ ഒരു ഓവറോൾ ഒരു റിലേഷൻഷിപ്പ് നോക്കാം. റിലേഷൻഷിപ്പിൽ എന്തായിരിക്കും? കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 10 ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് സോഡ്സ്. ഇതിലും ശരിക്കും വളരെ പോസിറ്റീവാണ്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുക, തിരിച്ചൊന്നും തന്നെ പ്രതീക്ഷിക്കാതിരിക്കുക. അങ്ങനത്തെ ഒരു എനർജിയിൽ ഇരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്ക് പലതിനും നമ്മൾ തിരിച്ചതുപോലെ പ്രതീക്ഷിക്കും. അങ്ങനെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എന്നാൽ ഹീൽഡ് ആയിരിക്കണം. നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചില്ലെങ്കിലും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ വിഷമത്തിലോ ഇരുന്നിട്ട് കാര്യമില്ല. പക്ഷെ ഈ ഒരു സമയം നിങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ ഭാഗം പൂർത്തിയായി, ഞാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു, ഇനി
അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ചെയ്തു കൊടുക്കാനുള്ളത് ചെയ്തു കൊടുത്ത് തീർത്തു എന്നുള്ളതാണ്. ഇനി അത് അവരുടെ ഭാഗമാണ്. അത് അവരെന്തോ ചെയ്യട്ടെ, അവർ തരുന്നെങ്കിൽ തരട്ടെ, സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനത്തെ ഒരു എനർജിയാണ്. ഇതൊരു കർമ്മമാണ്. നിങ്ങളുടെ കർമ്മം നിങ്ങൾ ചെയ്തു തീർക്കുന്നതാണ് എന്നുള്ളൊരു പൂർണ്ണ ബോധ്യത്തോടു കൂടി വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ് കിങ് ഓഫ് കപ്സ്. അതൊരു മെയിൽ എനർജിയാണ്. പക്ഷേ അത് മെയിൽ എനർജി എന്ന് പറഞ്ഞാലും അതൊരു ശരിക്കും നല്ല സാധാരണ സ്ത്രീകളാണ് ഒരുപാട് ഇങ്ങനെ സഹിച്ചൊക്കെ ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് സ്ത്രീകൾ സഹിച്ചിരുന്നിട്ട് അവർക്ക് ചിലപ്പം ഒരു ഇറിറ്റേഷനൊക്കെ തോന്നാം. ക്ഷമ കുറേ കഴിയുമ്പം അവർക്കൊരു തിരിച്ചു കിട്ടണം എന്നുള്ളൊരു തോന്നലൊക്കെ വരും. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കുറേ ആൾക്കാർ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാറ് പോലുമില്ല. അങ്ങനത്തെ ഒരു ഇതാണ് ഇതിനകത്ത്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്ത് തീർത്തു അവിടെ ഫുൾ സ്റ്റോപ്പായി. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. അത്രയും അങ്ങനത്തെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ഈ ഒരു മാസം ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇരിക്കേണ്ടത് എന്നാണ്. അടുത്ത 10 ഓഫ് പെന്റാക്കിൾസിൻ്റെ എനർജിയാണ്. റിലേഷൻഷിപ്പിൽ വളരെ നിങ്ങൾക്കിതിൽ പരാതിയും പരിഭവമൊന്നും പറയാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാം ഒരുപോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ പാസ്റ്റിലെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാം ഒരുപോലെയാണ്. പക്ഷെ എന്നാലും അതിൽ നിന്നെല്ലാം ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരാതിയും പരിഭവവും ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ എല്ലാ വ്യക്തികളെയും ഒരുപോലെ അല്ല എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ചില വ്യക്തികൾ നിങ്ങളുടെ ഒരു കാർമികമായിട്ടുള്ള ആൾക്കാരാണ്. അവർ വന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് പോകും. ചിലത് നല്ല ഒരു ശരിക്കും വലിയ പെയിൻ തരും. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളേണ്ടി വരും. ചില ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്നാലും അത് എല്ലാം എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ ഒരു കീനായിട്ട് ഇങ്ങനെ വീക്ഷിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. പക്ഷേ എല്ലാ ആൾക്കാരിലും വ്യത്യസ്തതയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാം ഒരുപോലെ ആണെങ്കിലും കാണാൻ ഒരുപോലെ ഇരിക്കുന്ന ചില ആൾക്കാരിലും അല്ലെങ്കിൽ ചില ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് ഒരുപോലത്തെ ഇൻസിഡൻ്റ് ആണെങ്കിൽ അതിൽ നിന്നെല്ലാം ഓരോ പാഠങ്ങളാണ് നിങ്ങൾ ഉൾക്കൊണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ അത് സൗഹൃദമാകാം, പ്രണയമാകാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആകാം, സഹോദരങ്ങളാകാം, മാതാപിതാക്കളാകാം. ഇവരിൽ എല്ലാവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുന്നൊരു സമയമാണത്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അസ്തിത്വത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ബോധത്തിലേക്ക് വരുമ്പം ഇത് ആര് ചെയ്താലും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. അപ്പം പലയിടത്തുനിന്നും ചീറ്റിംഗ് ആയിരിക്കണം നിങ്ങൾക്ക് കിട്ടിയത്, പക്ഷെ എന്നാൽ അതെല്ലാം ഹീലായി എന്നുള്ളൊരു ഇതാണ് ഇവിടെ കിട്ടുന്നത്. ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. പുതിയ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. അതായത് പുതിയൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ എടുക്കുന്ന ഒരു എനർജിയാണ്. എന്ത് ചെയ്താലും കുഴപ്പമില്ല, മറ്റുള്ളവർ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല എന്ന് വളരെ സമാധാനമായിട്ട് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ നിങ്ങൾ സമാധാനമായിട്ട് അങ്ങനെ ചിന്തിക്കണം. മറ്റുള്ളവർ എന്ത് ചെയ്താലും അതിൽ നിന്നും എൻ്റെ ഒരു കാർമിക് അക്കൗണ്ട് റിലീസായിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ ഒരു കാർമിക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടു, ക്ലോസ് ആയി എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾ അത്രയും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആണ്. നിങ്ങൾ പുതിയ കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾ പല കാര്യങ്ങളും കാണുന്നുണ്ട്. ഇതുവരെ കാണാത്ത പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഇതുവരെ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ്. എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ചിലപ്പോൾ ചില വ്യക്തികളെ കുറിച്ച് പുതിയ കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൽ വന്നിട്ട് പോയത്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിനും പുതിയൊരു ഐഡിയ അല്ലെങ്കിൽ പുതിയൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതാണ് റിലേഷൻഷിപ്പിൽ വരുന്നത്. അല്ലെങ്കിൽ പുതിയൊരു കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾ ജീവിതത്തെ കാണണം, റിലേഷൻഷിപ്പിനെ കാണാൻ ശ്രമിക്കണം. ആരുമായിട്ട് അറ്റാച്ച്ഡ് ആയി ഇരിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കണം എന്നുകൂടിയുണ്ട്. ഇനി ഫിനാൻസ് നോക്കാം. നിങ്ങളുടെ ഫിനാൻസിൽ എങ്ങനെ ഉണ്ടാവും ഈ ഒരു ഡിസംബർ മന്ത് എന്നുള്ളതാണ്. ആദ്യം തന്നെ 9 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ് ആദ്യം വന്നത്. സ്റ്റാർ വന്നിട്ടുണ്ട്, 7 ഓഫ് കപ്പ്.
ഫിനാൻസ് നോക്കിയപ്പോൾ ആദ്യം തന്നെ വന്നത് 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങളൊന്ന് റെസ്റ്റ് എടുത്ത് നിങ്ങളുടെ ഈ ഓട്ടപ്പാച്ചിലൊക്കെ മതിയാക്കി ഒന്ന് റെസ്റ്റ് എടുത്ത് ഇരിക്കാൻ പറ്റുന്ന, റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു ഡിസംബർ മന്ത് എന്ന് പറയുന്നത്. നിങ്ങൾ നേരത്തെ ചെയ്ത പല നല്ല കാര്യങ്ങളും അതിൻ്റെ ഫ്രൂട്ട് എടുത്ത് നിങ്ങൾക്ക് വെറുതെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് സ്ട്രെസ്സിലും ടെൻഷനിലും കടബാധ്യതകളിലും ഒക്കെ ആയിരുന്ന ആൾക്കാർ അതിന്നൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അത് ചിലപ്പോൾ പൂർണ്ണമായ ബാധ്യതകൾ മാറണം എന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾക്ക് പ്രതീക്ഷ വരും എന്നുള്ളതാണ്. നിങ്ങൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ച് ഓവറായിട്ട് വറീഡ് ആകണ്ട എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. സ്റ്റാർ കാർഡാണ്. പ്രതീക്ഷയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ബാധ്യതകളൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് വരാൻ പോണു എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു പുതിയ ജോലി കിട്ടുന്നതോ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതോ ഒക്കെ ഇതിനകത്ത് വരാം. അപ്പോൾ സ്റ്റാറാണ്. അപ്പം നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ഒന്നും ഈ ഒരു മാസം വരാനുള്ളൊരു സാധ്യതയില്ല. പിന്നെ 7 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. കുറേ ഓപ്ഷൻ വരാം ഈ ഒരു സമയത്ത്. ചിലപ്പോൾ എന്തെങ്കിലും നമുക്കൊരു അതിബുദ്ധിയൊക്കെ തോന്നിയേക്കാം. കാരണം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പല കാര്യങ്ങളും ചെയ്ത് പൈസ ഉണ്ടാക്കണമെന്ന് കാണുമ്പോൾ നമുക്കും അതിലൊക്കെ എന്തെങ്കിലും ചെയ്താലോ ഇൻവെസ്റ്റ് ചെയ്താലോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വന്നേക്കാം. പ്രത്യേകിച്ചും ട്രേഡിങ്ങും ക്രിപ്റ്റോ കറൻസി അങ്ങനെയുള്ള കാര്യങ്ങൾ പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചീറ്റ് ചെയ്യപ്പെടാനിടയുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഒന്ന് വീണ് പോയേക്കാം. അങ്ങനത്തെ പല ഓഫറും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നേക്കാം ഈ ഡിസംബർ മന്തിൽ. അപ്പം നിങ്ങൾ ഇതെങ്ങനെയെങ്കിലും കടബാധ്യതകളൊക്കെ തീർക്കണം എന്നുള്ളൊരു ചിന്തയിലിരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറേ ഓഫർ, അത് കുറേയധികം ഓഫർ വേണ്ടാത്തതാണ്, ചീറ്റിംഗ് ആയിരിക്കും. അങ്ങനത്തെ കുറേ ഓഫറും നിങ്ങളുടെ മുന്നിൽ വന്നേക്കാം. ചിലപ്പോൾ ഒരു പ്രലോഭനമൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. അതങ്ങനെ കുറച്ച് കൊടുത്താൽ ഇത്രയും കൂടുതൽ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല, ഒരു ചീറ്റിംഗ് നടക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഫിനാൻഷ്യലി. അത് നിങ്ങൾ ആലോചിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. എടുത്തു ചാടി ഒന്നും ചെയ്ത് ഒരു തരത്തിലുള്ള ചീറ്റിങ്ങിലും വീഴാതിരിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര നല്ലതല്ല എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താലും മതിയെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ അടുത്ത് കുറേ പ്രലോഭനങ്ങളുമായിട്ട് കുറേ ചാൻസസുമായിട്ട് ആരെങ്കിലും വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ ആലോചിച്ചിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഓടിപ്പിടിച്ച് ഒരു കാര്യവും ചെയ്ത് നിങ്ങൾ ഒരു ബുദ്ധിമുട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ചീറ്റിങ്ങിലേക്ക് പോകരുത്. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഫിനാൻസ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്പിരിച്വാലിറ്റി എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. 3 ഓഫ് കപ്സ്, 5 ഓഫ് കപ്പ്, പേജ് ഓഫ് സോർട്സ്. ഇതിനകത്ത് കുറേ ആൾക്കാർക്ക് നിങ്ങളൊരു കമ്മ്യൂണിറ്റിയിലൊക്കെ ചേരുന്ന ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങളുടെ സെയിം വേവ് ലെങ്ത് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ചേരുന്നു എന്നാണ്. അതിൽ കുറേയധികം സന്തോഷങ്ങളും ഉണ്ട്. പക്ഷേ കുറേ ആൾക്കാർക്ക് നിങ്ങൾ ചേർന്ന ആ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് കുറേ നിരാശയുള്ള അനുഭവങ്ങളും ഉണ്ടായേക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണുന്ന കുറേ നമ്മളിപ്പോൾ എല്ലാ വിവരങ്ങളും നമ്മൾ അറിയുന്നത് യൂട്യൂബ് വഴിയാണ്. അങ്ങനെയാണ് ഒരു 90% കാര്യങ്ങൾ നമ്മൾ അറിയണത്. പക്ഷേ അതിൽ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ യൂട്യൂബ് വഴിയൊക്കെ ചേരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് നല്ല ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല ആൾക്കാരുണ്ട്. അതിൽ കുറച്ച് മോശം ആൾക്കാരുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന കുറേ ആൾക്കാരും ഉണ്ട്. അതും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് എപ്പോഴും ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിലൊക്കെ ചെന്ന്
ചേരുന്നത്. നമുക്ക് പ്രശ്നമുള്ളവർ മാത്രമാണ് ഈ ടാരോ റീഡിങ് എടുക്കുന്നത്, ഒരു ആസ്ട്രോളജറെ കാണുന്നത്. ഇതൊക്കെ പ്രശ്നമുള്ള ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചൂഷണം ചെയ്യപ്പെടാനും വളരെയധികം എളുപ്പമാണ്. നിങ്ങളത് എപ്പോഴും മനസ്സിലാക്കുക. കമ്മ്യൂണിറ്റിയിൽ ചേരുന്നതൊക്കെ നല്ലതാണ്, അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഓവർ ഡിപ്പെൻഡൻസി കാണിക്കാതിരിക്കുക. മാത്രമല്ല, ഒരു ഗ്രൂപ്പിൽ പോകുമ്പം നമ്മളുടെ എല്ലാ കാര്യങ്ങളും, നമുക്ക് പറ്റിയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവിടെ തുറന്ന് പറയാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ തുറന്ന് പറയുമ്പോൾ മനുഷ്യർ പലതരമുണ്ട്. അത് ചൂഷണം ചെയ്യപ്പെട്ടേക്കാം. കാരണം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. കുറേ റീഡിങ്സ് എടുക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ പറയുന്നത് എനിക്കറിയാമെന്നുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞു തരുന്നത്. പലരും ഈ കമ്മ്യൂണിറ്റിയിലൊക്കെ പെട്ടുപോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. ഞാൻ ഈ പറയുന്നത് കുറേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം കൂടിയാണ് പറയണത് കേട്ടോ. അപ്പം ഇതിനകത്ത് അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പോയ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമമോ നിരാശയോ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ ഒരു പുതിയ കാര്യത്തെ തേടുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ. പുതിയൊരു കാര്യം അവർ ഒന്നെങ്കിലും പുതിയൊരു ഗ്രൂപ്പിൽ പോകുന്നതോ അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കാൻ പോകുന്നതോ ഒക്കെ ഉണ്ട്. നിങ്ങൾ ഗ്രൂപ്പിൽ പോകുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ എല്ലാവരും ഈ ഫസ്റ്റ് സ്റ്റേജ് ഇങ്ങനെ തന്നെയാണ്. ഒരു സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള യൂട്യൂബിൽ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ നമ്മൾ കാണുന്നു, നമുക്ക് ഇഷ്ടം തോന്നുന്നു, അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ചേരുന്നു. അതൊക്കെ നല്ലതാണ്. നമ്മളുടെ ആദ്യത്തെ ഒരു സ്റ്റേജ് അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ പിന്നെ നമ്മൾ സ്വയം പഠിക്കുക, നമ്മൾ മനസ്സിലാക്കുക. അവിടെ നിന്ന് കിട്ടിയ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അല്ലാതെ എപ്പോഴും അവരുടെ ഗൈഡൻസ് ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾ മാറ്റണം എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഒന്നിലും പെട്ടുപോകാതിരിക്കുക. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കുക. സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കണം, നമുക്ക് സ്വന്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അതിന് ഏത് ഗ്രൂപ്പിൽ പോയാലും ഏത് ഗുരുവിൻ്റെ അടുത്ത് പോയാലും ഗുരുവാണ് ദൈവം എന്ന് ചിന്തിക്കാതിരിക്കുക. ഗുരു ഗൈഡൻസ് തരുന്ന ഒരാളാണ്. ആ ഗൈഡൻസ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചുള്ളതായിരിക്കും. അതിൽ നമുക്ക് എത്രമാത്രം നമ്മളുടെ ജീവിതത്തിലേക്ക് എടുക്കാൻ പറ്റുമെന്ന് ആദ്യം നമ്മൾ ചിന്തിക്കുക. നമ്മളുടെ ജീവിതത്തിലേക്ക് എടുക്കാൻ പറ്റുന്ന കാര്യം മാത്രം എടുക്കുക. അല്ലാതെ ഗുരു പറഞ്ഞത് കൊണ്ട് ഇതെല്ലാം ഞാൻ ചെയ്യുമെന്ന് ചിന്തിക്കാതിരിക്കുക. നമ്മളുടെ ബുദ്ധിയും ബോധവും ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും പറയുന്നത്, ഒരുപാട് ചീറ്റിംഗ് നടക്കുന്ന കാലമാണ്. പ്രത്യേകിച്ചും സ്ത്രീകളാണ് ഇതിൽ പോയി പെടുന്നത്. അങ്ങനെയുള്ള കുറേ ആൾക്കാരെ അറിയാവുന്നത് കൊണ്ടുകൂടിയാണ് വീണ്ടും ഇത് പറയണത്. നിങ്ങൾ അത് അങ്ങനെ തന്നെ എടുക്കാൻ ശ്രമിക്കുക. നമ്മളുടെ സോളിൽ എന്താണ് വേണ്ടതെന്ന് നമുക്ക് തന്നെ അറിയാം. അതിന് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഗ്രൂപ്പിൽ തുടർന്ന് പോകുന്നുണ്ടൊന്നും ഒരു കുഴപ്പമില്ല. കാരണം അങ്ങനെ ഗ്രൂപ്പിൽ തുടർന്ന് പോകുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റണത്. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ഇതൊന്നും ചെയ്യില്ല. ഈ ഗ്രൂപ്പുകൾ ഉള്ളതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. നല്ലതല്ല നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എടുക്കാതിരിക്കുക. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ബുദ്ധിയും ബോധവും ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ സ്വീകരിക്കാൻ ശ്രമിക്കുക. നമുക്ക് പറ്റുമെന്നുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിക്കാൻ ശ്രമിക്കുക. ചാരിട്ടാണ്. അപ്പോൾ എന്തായാലും സ്പിരിച്വൽ ഗ്രോത്താണ് ഈ ഒരു മാസം കാണുന്നത്. നമ്മളുടെ ബുദ്ധിയിലേക്കും നമ്മുടെ ബോധത്തിലേക്കും നമ്മൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ബുദ്ധി എന്ന് പറയുന്നൊരു വാക്ക് ഞാനിവിടെ ഉപയോഗിച്ചത്, നമ്മൾ ചില കാര്യങ്ങളിൽ ട്രാപ്പിൽ പെട്ടുപോകാൻ നമ്മുടെ ബുദ്ധി തന്നെ പോയാൽ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് തന്നെ നമ്മളത് ഇതാക്കണം. പലപ്പോഴും സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു ഇൻസൈറ്റ് തരുമെങ്കിലും നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് വേണം അതിനൊക്കെ കയറി പോകാൻ. അപ്പോൾ ബുദ്ധിയും നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഈഗോ അല്ല, തിരിച്ചറിവാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഡിസംബർ മാസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എടുക്കുക, അല്ലാത്തത് വിട്ട് കളഞ്ഞേക്കുക. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ മാസം ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.